പ്രൈസ് ദി ലോർഡ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വന്ദനം പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സഹോദരിമാരുടെ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് ലൈവിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. അനുഗ്രഹിതമായ നിലവാരത്തിൽ ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസി, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ കൊയർ, ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായി ഈ കൂട്ടായ്മയുടെ നടുവിൽ പരിശുദ്ധയാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അതിന് പട്ടണവാതിൽക്കലിരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയായെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബെത്ലഹേമിൽ വിസ്തൃതനുമായിരിക്ക. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല തിരുവചന ഭാഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നു പകൽക്കാലം പ്രാർത്ഥനയോടെ ഇതിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ ദൈവമക്കളോട് കൈമാറുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഭരമേൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനം രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് നാം വായിച്ചത്. രൂത്തിന്റെ പുസ്തകം 4 അധ്യായങ്ങൾ കൊണ്ട് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെയും സഭയും തമ്മിലുള്ള ആഴമായ ബന്ധത്തെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. വേദപുസ്തകത്തിൽ സഹോദരിമാരുടെ പേരിൽ അറിയപ്പെട്ട 2 പുസ്തകങ്ങൾ, ഒന്ന് എസ്തേറിന്റെ പുസ്തകവും 2 രൂത്തിന്റെ പുസ്തകവും. 4 അധ്യായങ്ങളെ ഉള്ളൂ എങ്കിലും വളരെ സമ്പന്നമായ ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. ഇതിനകത്ത് മണവാളനായ ക്രിസ്തുവിനെയും മണവാട്ടിയായ സഭയെയും കുറിച്ച് വളരെ ആഴമായിട്ട് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ വായിച്ച വാക്യത്തിലേക്ക്, ഈ തിരുവചന ധ്യാനത്തിൻ്റെ ഒടുവിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുമെന്ന് ആരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഈ രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ ക്രിസ്തു ഭക്തനും കടന്നു പോകേണ്ട 4 അവസ്ഥകളെ കുറിച്ച് 4 അധ്യായങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിൽ രൂത്തിനോട് ബന്ധപ്പെട്ട 1-ാമത്തെ അവസ്ഥ, രൂത്ത് മോവാബില. മോവാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്, അതൊരു ശപിക്കപ്പെട്ട പട്ടണമല്ലേ? അതെ, സോദോം ഗോമോറയിൽ ദൈവത്താൽ ന്യായവിധിയുടെ ആ തീഗന്ധം പെയ്തിറങ്ങുമ്പോൾ അതിനകത്ത് പാർത്ത ലോത്തിനോട് ദൂതന്മാർ വന്ന് ബന്ധപ്പെടുത്തി പറയുകയാണ്, അടുത്തു കാണുന്ന പട്ടണത്തിലേക്ക് ഓടിപ്പോക, ഇവിടെങ്ങും നിൽക്കരുത്, തിരിഞ്ഞു നോക്കരുത്. എന്നാൽ ഓടിപ്പോകുന്ന യാത്രയിൽ ലോത്തിന്റെ ഭാര്യ തിരികെ നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ലോത്തും 2 മക്കളും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പിന്നത്തേതിൽ ആ സന്തതികളിലൂടെ ജന്മം കൊണ്ട 2 തലമുറകളാണ് മോവാബ്യനും അമ്മോന്യനും. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു അമ്മോന്യനോ മോവാബ്യനോ 10-ാം തലമുറ പോലും ദൈവത്തിന്റെ ആലയത്തിൽ വരരുത്. ദൈവത്തിന്റെ വിലക്ക് കൽപ്പിച്ച ഒരു കുലമാണ് മോവാബ്യനും അമ്മോന്യനും. എന്നാൽ ഈ രൂത്തിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്, രൂത്ത് ഒരു മോവാബ്യ പെൺകുട്ടിയാ. പക്ഷേ അവൾ മോവാബ് ദേശത്തു നിന്ന് അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേം എന്ന ഭാഗ്യാവസ്ഥയിലേക്ക് അവൾ എത്തപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് എത്തപ്പെടാനുള്ള കാരണം? ആ കാരണം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ 16-ഉം 17-ഉം വാക്യം ഇങ്ങനെ പറയുന്നു, നിന്നെ വിട്ടു പിരിവാനും നിന്നോട് കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ശാപത്തിന്റെ മണ്ണായ മോവാബ് വിട്ട് അപ്പത്തിന്റെ ഭവനമായ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് രൂത്തെന്ന ശപിക്കപ്പെട്ട കുലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ പെൺകുട്ടി എത്തപ്പെടാനുള്ള കാരണം, അവളുടെ നിർണായകമായ ഘട്ടത്തിൽ അവൾ എടുത്ത തീരുമാനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഈ ദൈവത്തോട് ബന്ധപ്പെട്ട് അവൾ എടുത്ത
തീരുമാനം അനുഗ്രഹിതമായ നിലവാരത്തിൽ യെരുശലേം, അതായത് ബത്ലഹേം, അപ്പത്തിന്റെ ഭവനമെന്ന് അറിയപ്പെടുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് അവളെ എത്തിക്കാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ പൈതലേ, നീ ശാപത്തിന്റെ കീഴിലാണെന്ന് പലരും നിന്നെ കുറിച്ച് പറഞ്ഞേക്കാം. നീ തന്നെ പറയുന്നുണ്ട്, അയ്യോ ഇതൊരു ശപിക്കപ്പെട്ട ജീവിതമാണ്, എന്തിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ജനിച്ചത്, എന്തിനു വേണ്ടി എനിക്കിങ്ങനെ ഒരു കുടുംബജീവിതം, എന്തിനു വേണ്ടി എനിക്കിങ്ങനെ ഒരു തലമുറ, ഞാനൊരു ശപിക്കപ്പെട്ട ജന്മമാണല്ലോ എന്ന് ഹൃദയത്തിന്റെ അകത്തളത്തിൽ തകർന്ന മനസ്സുമായി ഒരുപക്ഷെ നീ ഒരു ഇരുട്ടടഞ്ഞ റൂമിനകത്തായിരിക്കാം, അല്ലെങ്കിൽ അടുക്കളയ്ക്കകത്തായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥന പായിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ ആയിരിക്കാം ഈ ദൂത് നീ വീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്നോട് ആലോചന പറയുകയാണ്. എത്ര ശാപത്തിന്റെ കീഴിലായിരുന്നാലും നിർണായകമായി നിന്റെ ദൈവത്തോട് നീ എടുക്കുന്ന തീരുമാനം നിന്നെ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിപ്പാൻ ഇന്നും കഴിവുള്ള ദൈവം നിന്റെ അരികിലുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽക്കാലം പലരും നിന്നെ കുറിച്ച് പറഞ്ഞേക്കാം, ഒരു ഗുണവുമില്ല, വെറും ശാപം പിടിച്ച ഒരു ജന്മം എന്നൊക്കെ നിന്നെ കുറിച്ച് വിലയിരുത്തിയേക്കാം. പക്ഷേ കുഞ്ഞെ, ഈ നിർണായക ഘട്ടത്തിൽ നീ യേശുവിനോട് ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്താൽ നിന്റെ ജീവിതത്തെ ചരിത്രമാക്കി മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്ന് ഈ ആരംഭത്തിൽ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ. ദൈവത്തോട് ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ അവരുടെ എല്ലാ ജീവിതം ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്, നിർണായക ഘട്ടത്തിൽ ബാബിലോണിൽ അടിമകളായി പിടിക്കപ്പെട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അത്യാധുനിക പദവികളുമായിട്ട് കൊട്ടാരത്തിനകത്ത് നിൽക്കുമ്പോൾ രാജാവിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെട്ടു. എൻ്റെ പരിചാര ബൃന്ദങ്ങളുടെ നടുവിൽ നിന്ന് ഞാൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും ഞാൻ കഴിക്കുന്ന ഭോജനത്തിൽ നിന്നും അവർക്ക് ഓഹരി കൊടുക്കണം. ഇത് കേട്ടപ്പോൾ പ്രമാണത്തിനു വേണ്ടി നിന്ന ദാനിയേൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കഴിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല. എന്താ സംഭവിച്ചത്? ദാനിയേലിനെ രാജ്യത്തിന്റെ രണ്ടാമനാക്കി മാനിപ്പാൻ 120 സംസ്ഥാനങ്ങൾക്ക് മേധാവികളായുള്ള കാര്യവിചാരകന്മാരുടെ നടുവിൽ അവനെ ഉത്കൃഷ്ടമാനസനായി മാറ്റുവാൻ, മാത്രമല്ല പ്രാർത്ഥനയ്ക്കെതിരായി രേഖ എഴുതപ്പെട്ടിരിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുത്ത ഭക്തന് വേണ്ടി സിംഹത്തിന്റെ മടക്കകത്ത് ഇറങ്ങി വന്ന് ദൂതനെ അയച്ച്, ജീവനുള്ള ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുന്ന തലത്തിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. കുഞ്ഞെ, ഇന്ന് പകൽ നീ ഈ നിർണായക ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം, എല്ലാ വഴികളും അടഞ്ഞു, മുൻപോട്ട് പോകുവാൻ യാതൊരു മാർഗവുമില്ല, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, കരുതാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കൂടെ നിൽക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ ആരുമില്ല, എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല, എന്റെ തലമുറയ്ക്ക് വേണ്ടി മുൻപോട്ട് ഒരു ഗൈഡൻസ് തരാൻ ആരുമില്ലെന്ന് കരയുന്ന ദൈവപൈതലേ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ഈ നിർണായക ഘട്ടത്തിൽ യേശുവുമായി നീ ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്താൽ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഇടത്തും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ഈ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുത്ത യോസഫ് ആരുമില്ലാതിരിക്കുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യ തന്നെ പാപം ചെയ്യാൻ മാടി വിളിക്കുകയാണ്. സാഹചര്യമെല്ലാം അനുകൂലമാണ്, വേണമെങ്കിൽ പാപം ചെയ്യാം. ഒരുപക്ഷെ പോത്തിഫർ അവനെ ഒരുപക്ഷെ മാനിച്ചെന്ന് വന്നേക്കാം. പക്ഷെ യോസഫ് എടുത്ത തീരുമാനം, ഇല്ല, ഈ പാപം ചെയ്ത് എന്റെ ദൈവത്തോട് ഞാൻ ദ്രോഹം പ്രവർത്തിക്കത്തില്ല. എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു എങ്കിലും ദർശനം കൊടുത്ത ദൈവം യോസഫിനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. തക്ക സമയം വന്നപ്പോൾ പാനപത്രവാഹകൻ ഓർക്കാമെന്ന് പറഞ്ഞെങ്കിലും 2 കൊല്ലം മറന്നു. പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ മറന്നില്ല. തക്ക സമയം വന്നപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ ഇറങ്ങി വന്ന് ആ ഫറവോന് ദർശനം കൊടുത്ത് ഈ ദർശനത്തിന് വ്യാഖ്യാനി വല്ലവനും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ ഒരുവൻ കിടപ്പുണ്ട്. ആരാ അവൻ? ഹല്ലേലൂയ. പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നിട്ടും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ തീരുമാനത്തോടെ നിന്നവൻ വേഗത്തിൽ രാജാവ് ആളയച്ച് അവനെ വസ്ത്രം മാറ്റിച്ച് അവനെ ക്ഷൗരം ചെയ്യിപ്പിച്ച് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. നാളുകളായുള്ള കാത്തിരിപ്പ്, എല്ലാ വഴികളും യോസഫ് വിചാരിച്ചു സ്വപ്നം ഇവിടം കൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട്
ഇന്നുകൊണ്ട് അവസാനിച്ചു. ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം രാജകൽപ്പനയായിട്ടാണ് ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. രാജാവ് വിചാരിക്കാതെ ആർക്കും എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലെന്ന് അവൻ വിധി എഴുതി കാത്തിരിക്കുമ്പോൾ തീരുമാനത്തോടെ നിന്ന ദൈവവൈതന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ദർശനത്തിന് വേണ്ടി വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവവൈതന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന ദൈവവൈതലെ, ആരും നിനക്ക് വേണ്ടി ഇറങ്ങി വരാനില്ലെങ്കിലും, ആരും നിനക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിലും, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിന്റെ ജീവിതത്തിൽ ഒരവസരം കൊടുത്താൽ, ശാപത്തിന്റെ അടിമനുഖത്തിൽ മോവാബിന്റെ അടിമത്വത്തിൽ കിടന്ന ആ രൂത്ത് എന്ന പെൺകുട്ടിയെ ഹല്ലേലൂയ ബത്ലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിലേക്ക് എത്തിച്ച് അവളെ അനുഗ്രഹത്തിന്റെ ഭാഗമാക്കി കൃപയുടെ ഉടമയാക്കി മാറ്റിയ ദൈവം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഹല്ലേലൂയ താഴ്മയാ ഞാൻ ഒരു അപേക്ഷ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏത് കുടുംബത്തിൽ ജനിച്ചതായിക്കോട്ടെ, ഏത് വർഗമോ വർണ്ണമോ കുലമോ കുടുംബമോ ഒന്നും എൻ്റെ കർത്താവ് നോക്കുന്നില്ല. നീ ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ രക്ഷിപ്പാൻ കഴിവുള്ള യേശു കർത്താവിന് ഒരവസരം കൊടുത്താൽ ഇന്ന് പകൽക്കാലം എല്ലാ വഴികളും അടഞ്ഞ നിനക്ക് യേശു ഒരു വഴി തുറക്കാൻ ശക്തനാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. പലരും നിന്നെ കുറിച്ച് പറഞ്ഞേക്കാം, ഇതൊരു ശാപമാ. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിലൊരു ശാപമാ, കുടുംബത്തിലൊരു ശാപമാ, കുടുംബ ജീവിതത്തിലൊരു ശാപമാ, തലമുറകൾക്കൊരു ശാപമാ. പക്ഷേ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് പറയുകയാണ്, നീ ഒരു ശാപമല്ല, നീ എനിക്ക് വിലയേറിയതും മാന്യനും മാന്യയുമത്രേ. ഇന്ന് പകൽക്കാലം ഈ ദൂത് ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, എന്റെ കർത്താവിന് നീ ഏറ്റവും വിലപ്പെട്ടതാ. നീ ഏത് സാഹചര്യത്തിലായാലും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു എന്ന നാമമാ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കാണുന്നതെല്ലാം ദൈവങ്ങളായി സേവിച്ച ആ മോവാബിയ പെൺകുട്ടി ഈ ഹല്ലേലൂയ ആ എലിമലേക്കും നഹോമിയും പാർക്കുന്ന ആ കുടുംബത്തിനകത്ത് അവൾ കാലെടുത്തു വെച്ചപ്പോൾ സംസാരിക്കുന്ന ഒരു ദൈവത്തെ അവൾ പരിചയപ്പെട്ടു. വിടിവിക്കുന്ന ഒരു ദൈവത്തെ അവൾ രുചിച്ചറിഞ്ഞു. കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. തന്നോടൊപ്പം വിവാഹം കഴിക്കപ്പെട്ടു വന്ന ഓർപ്പ ഹല്ലേലൂയ വിട്ടുവന്നതിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവൾ ഉറച്ചു നിൽക്കുകയാണ്, ഈ ദൈവം എൻ്റെ ദൈവം. എബ്രായ ലേഖനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഇങ്ങനെ, ഞാൻ അതിനോട് ഹല്ലേലൂയ ഒന്ന് യോജിപ്പിക്കാം. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടവന്നേനെ. അവരോ നല്ലതിനെ, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല എന്ന് ലേഖനകർത്താവ് എഴുതിയിരിക്കുകയാണ്. ഒരുവൾ തൻ്റെ ദേവന്മാരുടെ അടുക്കലേക്കും തൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഒരുവൾ ഒരു ദൃഢ തീരുമാനമെടുത്തു, നിന്നെ വിട്ട് ഞാൻ പിരിയത്തില്ല. കാരണം നിന്റെ ദൈവം എൻ്റെ ദൈവം. ഞാൻ സേവിക്കുന്ന യേശു ആരെയും ചതിക്കത്തില്ല. ഞാൻ സേവിക്കുന്ന യേശു ആരെയും ഒറ്റപ്പെടുത്തത്തില്ല. ഞാൻ പരിചയപ്പെടുത്തുന്ന യേശു ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ഞാൻ പരിചയപ്പെടുത്തുന്ന യേശു ആരെയും തള്ളിക്കളയത്തില്ല. അവനിൽ ആശ്രയിക്കുന്നവര് ഉറപ്പുള്ള പാറ പോലെ ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടത്ത് മാനിപ്പോൻ എൻ്റെ ദൈവം മതിയായവൻ. ഹല്ലേലൂയ. ആ മോവാബി അടിമനുഖത്തിൽ നിന്ന് ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചവൾ ബത്ലഹേമിന്റെ ഭാഗ്യാവസ്ഥയിൽ എത്തപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഞാനും നിങ്ങളും ഒരു കാലത്ത് പാപമെന്ന മോവാബി അടിമനുഖത്തിലായിരുന്നു. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, ആർക്കും നമ്മോട് വാത്സല്യമോ സ്നേഹമോ കരുണയോ തോന്നാതിരുന്നപ്പോൾ, റോമാലേഖനത്തിൽ പറയുന്നത് പോലെ നാം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം ബലഹീനരായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം അഭക്തരായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. നാം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ ഇന്ന് കാണുന്ന ഭാഗ്യാവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചത്. യേശുവിനെ കണ്ടതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം. യേശുവിനെ കണ്ടതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. യേശുവിനെ കണ്ടതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം നന്മയുടെ കാരണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ
യേശുവിന് കൂടുതൽ അവസരം കൊടുക്കാം. ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ ധന്യമായ നിലവാരത്തിൽ എത്തിക്കുമെന്ന് ഞാൻ ഹല്ലേലൂയ ഓർപ്പിക്കുകയാണ്. അങ്ങനെ യെരൂശലേം ബേത്ലഹേമിലെത്തിയ രൂത്ത് അടുത്ത പ്രമോഷനിൽ എത്തപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ബോവസ് എന്ന നല്ല മണവാളനായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവോട് ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്ന ദൈവപൈതലേ, നിന്റെ അനുഗ്രഹം അവിടം കൊണ്ട് തീരുകയല്ല. രൂത്ത് എത്തപ്പെട്ടത്, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, അങ്ങനെ അവൾ പോയി, അവളോട് പറഞ്ഞു, അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമായിട്ട് നിർണായക ഘട്ടത്തിൽ തീരുമാനമെടുത്തവൾ ബേത്ലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ എത്തപ്പെടുക മാത്രമല്ല, അടുത്ത നിലവാരത്തിലേക്ക് അവളെ ദൈവം കൊണ്ടെത്തിക്കുകയാണ്. എവിടെയാണ്? ബോവസിനുള്ള നല്ല വയലിൽ. ഹല്ലേലൂയ. അവിടെ പറയുക, ഭാഗ്യവശാൽ അവൾ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അയ്യോ, ഈ വയലിന് എന്താണ് ഭാഗ്യാവസ്ഥ? സമയബന്ധിതമായിട്ട് വേഗത്തിൽ ഈ വയലിന്റെ ചില പ്രത്യേകതകൾ എന്റെ പ്രിയമുള്ളവരുടെ മുൻപിൽ വെച്ച് ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ വയലിൽ എത്തപ്പെട്ടവരാരും ലജ്ജിച്ചു പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. എന്താ ഈ വയലിന്റെ പ്രത്യേകത? യേശുവിനോട് ബന്ധപ്പെട്ട് തീരുമാനമെടുത്ത് ആ സഭയാകുന്ന നല്ല വയലിൽ നീ എത്തപ്പെട്ടാൽ, തിരുവചനത്തിലൂടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുകയാണ്, നീ വേറൊരു വയലിൽ പെറുക്കാൻ പോകണ്ട. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ രൂത്തിന്റെ സമർപ്പണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അമ്മായിയമ്മ പറയുകയാണ്, നമ്മളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന പറ്റത്തില്ല, നീ ഏതെങ്കിലും വയലിൽ ചെന്ന് കാല പെറുക്കാൻ പറഞ്ഞു. പോകാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ സമർപ്പണത്തോടെ ഇറങ്ങിത്തിരിച്ചു. ഹല്ലേലൂയ. എത്തപ്പെട്ടത് ബോവസിന്റെ വയലിലാ. ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞേ, നീ പെറുക്കാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. ഞാനൊരു ദൂത് കടത്തി പറയാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ പ്രശ്നം എത്ര വലുതായാലും ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതായാലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവിൽ നിന്നോടൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. നീ ബോവസിന്റെ നല്ല വയലിനാണോ എത്തപ്പെട്ടത്? ഇവിടെ പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, നിന്റെ രോഗമാകട്ടെ, വഴിയടഞ്ഞ അവസ്ഥയാകട്ടെ, കടഭാരമാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഈ വയലിൽ പരിഹരിക്കപ്പെടാത്തൊരു വിഷയമില്ല. കാരണം സകലത്തിനും മതിയായ നല്ല ബോവസായ കർത്താവ് ഇതിന്റെ ഉടമസ്ഥനായുണ്ട്. ഹല്ലേലൂയ. ഇവിടെയും ആശ്രയിച്ച് അവിടെ അല്പം ആശ്രയിക്കാമെന്ന് പറയണ്ട. ഹല്ലേലൂയ. നീ ഇവിടെ ആശ്രയിച്ചാൽ ഇവിടെ പരിഹരിക്കപ്പെടാത്തൊരു വിഷയമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റ് പലരോടും ചോദിച്ചാൽ പ്രതീക്ഷകളെല്ലാം ഹല്ലേലൂയ തകിടം മറിഞ്ഞു. ഡോക്ടർ ഇപ്പോൾ ഹല്ലേലൂയ മരിക്കുമെന്നുള്ള വിധി ഹല്ലേലൂയ റിപ്പോർട്ടായിട്ട് എഴുതി തന്നിരിക്കുക. പക്ഷെ ഞാൻ പറയട്ടെ, ഡോക്ടറിന്റെ വിധി അല്ല നിന്റെ അവസാനത്തെ വിധി. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ രോഗം എത്ര മാരകമായാലും, നിന്റെ തലമുറയുടെ വഴി അടഞ്ഞ വിഷയമായാലും, ഇന്ന് പകൽക്കാലം ഞാൻ പറയോ, ബോവസിന്റെ നല്ല വയലിലാണോ നിന്നെ കൊണ്ടെത്തിച്ചത്, ഇവിടം വിടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ പരിഹാരമില്ല, അപ്പുറത്തൊന്നിൽ ആശ്രയിക്കാമെന്ന് പറയോ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. യേശുവിൽ ആശ്രയിച്ചവരാരും ലജ്ജിച്ചു പോയ ചരിത്രമില്ല. ഹല്ലേലൂയ. അവിടെ പരിഹരിക്കപ്പെടാത്ത വിഷയമില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മുൻപിൽ മടങ്ങാത്ത മുട്ടുകളില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മുൻപിൽ അഴിഞ്ഞു മാറാത്ത രോഗബന്ധനങ്ങളില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മുൻപിൽ വിട്ടുപോകാത്ത പൈശാചിക ശക്തികളില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മുൻപിൽ തുറക്കപ്പെടാത്ത വാതിലുകളില്ല. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, നിനക്ക് വേണ്ടി ഹല്ലേലൂയ പുത്തൻ വഴിത്താരകൾ തുറന്നു തന്ന്
കൊടുത്ത് നിന്നെ മുൻപോട്ട് നയിക്കുവാൻ എൻ്റെ യേശു മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രോഗത്താൽ പിടിക്കപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മരണം കാത്തു കഴിയുന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ സൗഖ്യം നടക്കുകയാണ്. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. ഈ ഹല്ലേലൂയ വചനം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വിദൂരങ്ങളിൽ ഇത് വാച്ച് ചെയ്യുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ എല്ലാ പ്രതീക്ഷകളും അടഞ്ഞു, ഇനി യാതൊരു മാർഗവും ഇല്ല എന്ന് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ വിധി എഴുതി അടിവരയിട്ട് കാത്തു സൂക്ഷിച്ച് നീ അത് നോക്കി കഴിയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ അതിനൊരു തിരുത്തൽ എന്നെ സ്വർഗം കുറിക്കുന്ന പകൽക്കാലമാണ്. നിനക്ക് വേണ്ടി ഒരു പുതിയ പ്രത്യാശയുടെ അനുഭവം ഇന്ന് പകൽ ഈ ആത്മീക കൂട്ടായ്മയിൽ എന്നെ സ്വർഗം കൈമാറുന്ന പകല. ഹല്ലേലൂയ. ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമില്ല. അതാണ് ഈ വയലിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത 8-ാം വാക്യം. ഹല്ലേലൂയ. കേട്ടോ മകളെ, പെറുക്കൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നുകൊള്ളുക. 9-ാം വാക്യം. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ ഈ ഹല്ലേലൂയ ബോവസിന്റെ വയലിലെത്തിയാലുള്ള ഭാഗ്യവസ്ഥ? രണ്ടാമതായിട്ട് ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ മർമ്മം? ഹല്ലേലൂയ ഒരു വ്യക്തി ഹല്ലേലൂയ മോവാബിന്റെ അടിമനുഖത്തിൽ നിന്ന് ഹല്ലേലൂയ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനമെടുത്ത് ഹല്ലേലൂയ സഭയാകുന്ന വയലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വയലിനകത്ത് രണ്ടാമതൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ ഈ വയലിൽ എത്തപ്പെട്ടവർക്കൊരു സംരക്ഷണയുണ്ട്. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ വചനത്തിന്റെ ആഴമെന്നറിയാമോ? ഹല്ലേലൂയ ഈ വയലിൽ എത്തപ്പെട്ടാൽ ഒരുപക്ഷെ ഹല്ലേലൂയ വലിയ വൻമതിലൊന്നും നിനക്ക് സംരക്ഷണയായി കാണത്തില്ല. ഹല്ലേലൂയ മുൻപിൽ വലിയ നായ്ക്കുട്ടികളൊന്നും നിനക്കൊരു സംരക്ഷണയായി കാണത്തില്ല. പക്ഷെ ഞാൻ പറയാം, ഹല്ലേലൂയ എന്റെ കർത്താവിൽ ആശ്രയിച്ച് ഈ നല്ല ബോവസിന്റെ വയലിലെത്തിയാൽ നിന്നെ സൂക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഉയരത്തിലെ എന്റെ ദൈവത്തിൻ്റെതാകയോ. ഹല്ലേലൂയ ചില വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. 105-ാം സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 14-15 വാക്യങ്ങൾ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു: അവരെ പീഡിപ്പിപ്പാൻ അവൻ ആരെയും സമ്മതിച്ചില്ല, അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. ആരെക്കുറിച്ചാ പറയുന്നതെന്നറിയാമോ? ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ മിസ്രൈമിലെ അടിമനുഖത്തിൽ 430 സംവത്സരം ഞെരിഞ്ഞമർന്ന് ഹല്ലേലൂയ രക്ഷപ്പെടാൻ പഴുതുകളൊന്നുമില്ലാതെ ജീവിതം കൈപ്പായി പലരെയും ഹല്ലേലൂയ ആ ചേറ്റുകണ്ടത്തിനകത്ത് ചവിട്ടിത്താഴ്ത്തി ഹല്ലേലൂയ രക്ഷപ്പെടാൻ പഴുതില്ലാതെ വാക്തത്വം കെട്ട ഒരു കൂട്ടം തലമുറ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ആബീബ് മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് അവർ ആടിനെ അറുത്തു, അതിന്റെ രക്തം തളികയിലെടുത്തു, അതിനെ കട്ടളക്കാൽമേൽ കുറുമ്പടിമേൽ തളിച്ചു. ഹല്ലേലൂയ അതിന്റെ കയ്പ് ചീരയോടെ ഹല്ലേലൂയ അരമുറുക്കി കയ്യിൽ വടി പിടിച്ച് ഹല്ലേലൂയ കാലിൽ ചെരിപ്പിട്ട് തിടുക്കത്തോടെ അവർ യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ യാത്ര പുറപ്പെടുമ്പോൾ അവരെ നയിക്കാൻ മോശ മുൻപിൽ. ഹല്ലേലൂയ ആരിവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ തിരുവചനം പറയുകയോട് ആരും പ്രൊട്ടക്ട് ചെയ്യാനില്ലെങ്കിലും എൻ്റെ അഭിഷക്തന്മാരെ തൊടരുത്, അവർക്കൊരു ദോഷവും ചെയ്യരുതെന്ന് അവൻ രാജാക്കന്മാരെ ശാസിച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, കുഞ്ഞെ നിനക്ക് മാത്രമല്ല, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ സാത്താൻ പറയുന്ന ഒരു വാക്കുണ്ട്: ഞാൻ എങ്ങനെ ഇയ്യോബിനെ തൊടുന്നത്? ഹല്ലേലൂയ ഞാൻ എങ്ങനെയാ ഇയ്യോബിനെ നോക്കുന്നത്? നീ അവനും അവനുള്ള സകലത്തിനും അവനുള്ള വീടിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഹല്ലേലൂയ ദൈവമൈതലേ, നീ അറിയാതെ തന്നെ നിനക്കു ചുറ്റും വേലി കെട്ടിയിട്ടുള്ള ഒരു സ്വർഗം. ഹല്ലേലൂയ അവൻ അറിയാതെ ആർക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. അവൻ അറിയാതെ ആർക്കും നിന്നെ ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ
കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയത്തോടെയാണോ ആയിരിക്കുന്നത്? ഭയം ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടണ്ട. ഞാൻ യെരൂശലേമിന് ചുറ്റും തീമതിലായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പരിപാലിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ഒരു ദോഷവും നിനക്ക് ഭവിക്കത്തില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഇന്ന് പകൽക്കാലം മരണഭയത്താൽ ഭാരപ്പെടുന്ന ദൈവപൈതലേ, ഹല്ലേലൂയ, അടുത്ത സെക്കൻഡ് എനിക്കോ എൻ്റെ തലമുറകൾക്കോ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭാര്യയ്ക്കോ ഇന്നാർക്കോ ഇന്നത് സംഭവിക്കുമെന്ന് ഹൃദയത്തിനകത്ത് ഭയത്തെ കടത്തിവിട്ട് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ അന്ധകാര ദുഷ്ടാത്മാവിനോട് ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ ദൈവം അറിയാതെ എനിക്കുള്ള യാതൊന്നിനും ഒരു ദോഷവും വരത്തില്ല. ആത്മാവിൽ വിളിച്ചു പറ. നിന്റെ നാവിൽ ഒരു അധികാരം ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്ന പകൽക്കാലമാ. നീ കൽപ്പിച്ചാൽ അതങ്ങനെ സംഭവിക്കും. നീ ഭൂമിയിൽ കെട്ടിയാൽ ദൈവ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അഴിച്ചാൽ എന്റെ സ്വർഗം, ഹല്ലേലൂയ, സ്വർഗത്തിൽ അഴിക്കും. ഇന്ന് പകൽ അധികാരത്തോടെ പറ, തലമുറയ്ക്കെതിരെ ശത്രു തല ഉയർത്തുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ സാമ്പത്തികത്തിനെതിരെ ശത്രു തല ഉയർത്തുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ ജോലിക്കെതിരെ കൂട്ടുകെട്ടുകൾ ശത്രു, ഹല്ലേലൂയ, മെനയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചിലതിനോട് കൽപ്പിക്കാൻ നീ തയ്യാറാക്. നിന്റെ ദൈവം അധികാരമുള്ളവനാക്കി മാറ്റാൻ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ആഗ്രഹിക്കുകയാണ്. എഗസ്കേൽ അസ്ഥിത്താൽ വരയ്ക്കകത്ത് നിൽക്കുമ്പോ ദൈവം ചോദിക്കുക, മനുഷ്യപുത്ര, ഈ അസ്ഥി ജീവിക്കുമോ? എഗസ്കേൽ പറയുക, എനിക്കറിയത്തില്ല കർത്താവേ, നീ മാത്രമേ അറിയുന്നുള്ളൂ. കാരണം പ്രതീക്ഷയ്ക്ക് വകയില്ല. അസ്ഥി കൂമ്പാരമാ. തലയോട്ടി വേറെ, ഹല്ലേലൂയ, കൈയുടെ അസ്ഥി വേറെ, കാലിന്റെ അസ്ഥി വേറെ, പലതും പലയിടങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. മാനുഷികമായി എഗസ്കേൽ നോക്കിയപ്പോൾ സാധ്യതകളൊന്നുമില്ല. കാരണം അത് തിരിച്ചറിയാൻ ദൈവം കൊടുത്തത് അവനെ ആ താഴ്വരയിൽ ചുറ്റി നടക്കുമാറാക്കി. എഗസ്കേൽ ചുറ്റി നോക്കിയപ്പോൾ മനസ്സിലായി ഇനി യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് എഗസ്കേൽ പറയുന്ന, കർത്താവേ, നീ അറിയുന്നു, സാധ്യതയില്ല. ഹല്ലേലൂയ. എഗസ്കേലിനോട് ദൈവം പറയുന്ന ഒന്നാമത്തെ ദൂത്, മനുഷ്യപുത്ര, ഈ അസ്ഥിയോട് നീ പ്രവചിക്ക്. ഞാൻ ചെയ്യാമെന്നല്ല, നീ കൽപ്പിച്ചാൽ അതങ്ങനെ ഞാൻ ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരത്തിലെ ആയുധമായി മാറാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ, കുടുംബത്തിൽ നീ മാത്രമേ ഉള്ളൂ, മതി. മുട്ടുമടക്ക്. ദൈവസന്നിധിയിൽ ഇരുന്ന് ആത്മാവിൽ ചിലതിനെ ബന്ധിക്കാൻ നീ തയ്യാറാക്, ചിലതിനെ അഴിച്ചുവിടാൻ നീ തയ്യാറാക്. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവത്തിന്റെ കരത്തിലെ ആയുധമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ മുട്ടുമടക്കാൻ ആരുമില്ല. കുഞ്ഞേ, ഒരാൾ മതി. നീ ആ പ്രാർത്ഥന പോരാളിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അവിടെ, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പ്രവചിക്കുക. ഹല്ലേലൂയ. അവരെ തുടരുതെന്ന് എൻ്റെ ദൈവം രാജാക്കന്മാരെ ശാസിച്ചു. ഹല്ലേലൂയ. ഇതാ യഹൂദ, ഹല്ലേലൂയ, കടപ്പുറത്തൂടെ ഒരുവൻ നടക്കുന്നുണ്ട്, പേര് പത്രോസാ. ഹല്ലേലൂയ. ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോൾ സാത്താൻ വിചാരിച്ചു ഇവനെ അങ്ങ് പാറ്റാമെന്ന്. പത്രോസ് അറിഞ്ഞില്ല അവനെ പാറ്റാൻ ശത്രു, ഹല്ലേലൂയ, കെണിമെനഞ്ഞെന്ന്. ഹല്ലേലൂയ. കുറെ, ഹല്ലേലൂയ, സമയം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ തൊട്ടു മുൻപ്, ഹല്ലേലൂയ, ശിഷ്യഗണങ്ങളെ അരികിൽ വിളിച്ചിട്ട് പറയുന്ന ഒരു ദൂതുണ്ട്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. അടുത്ത വാക്ക്, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. പത്രോസിനോട് മാത്രം ആക്യുറേറ്റ് ചെയ്ത് സ്വർഗം പറയുക, നിങ്ങളെ പാറ്റാൻ അനുവാദം ചോദിച്ചു, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. വിളിയുള്ള നിനക്ക് വേണ്ടി സ്വർഗം ജാഗരിക്കുന്ന സ്വർഗമാ. ഹല്ലേലൂയ. അവൻ 24/7 അവൈലബിൾ ആയ ദൈവമാണ്. ഏതെങ്കിലും ഒരു സമയം മാത്രം അവൈലബിൾ ആയിട്ടുള്ള ദൈവമല്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശു ഏത് സമയത്തും അവന്റെ അടുക്കൽ ചെന്ന് സഹായത്തിനുള്ള കരുണ അപേക്ഷിപ്പോൾ അവൻ സദാ ജാഗരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പല വിഷയങ്ങളും നീ അറിഞ്ഞില്ല, നിന്റെ തലമുറ അറിഞ്ഞില്ല, നിന്റെ കുടുംബം അറിഞ്ഞില്ല. എന്റെ സ്വർഗം അത് കൈകാര്യം ചെയ്തത് കൊണ്ടാ 2025 ഈ ഫെബ്രുവരി മാസത്തിൽ നീയോ നിന്റെ കുടുംബത്തിലുള്ളതോ ഒന്നുപോലും എണ്ണത്തിൽ കുറയാതെ ഇന്നും നിലനിൽക്കുന്നതെന്നുള്ളത് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിന്നെ, ഹല്ലേലൂയ, സംരക്ഷിക്കുന്ന ഒരു സ്വർഗ്ഗ
സ്വർഗമുണ്ട്, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. പലരും പറയുന്നുണ്ട് ദൈവമക്കളെ എന്തും ചെയ്യാം, ഹല്ലേലൂയ, ദൈവമക്കളെ എങ്ങനെയും ഹല്ലേലൂയ കൈകാര്യം ചെയ്യാമെന്ന്. അയ്യോ ഹല്ലേലൂയ സ്നേഹിതരെ, നിങ്ങൾക്കൊരു മർമ്മം അറിയത്തില്ല. ആര് ചോദിക്കാനും പറയാനും ഇല്ലെങ്കിലും ദൈവപൈതന് ചോദിക്കാൻ ഒരു ഉടമസ്ഥൻ സ്വർഗത്തിലുണ്ട്. അവൻ അറിയാതെ അവരുടെ തലയിലോ ഒരു രോമം പോലും നിലത്തു വീഴത്തില്ല. ഒരു വാക്യം കൂടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ അനുഗ്രഹീതമായ ഒരു വാക്യം കൂടെ ഹല്ലേലൂയ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടാം. ഹല്ലേലൂയ 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ദൈവപൈതലേ, ബോവസിന്റെ വയലിൽ നീ എത്തിയ വ്യക്തിയാണോ? നീ ഇരിക്കുന്നത് ഉടമസ്ഥനായ ബോവസിന്റെ കരത്തില. ആ കരത്തിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനോ ഒരു ശാപത്തിനോ ഒരു വെല്ലുവിളിക്കോ ഒരു ആഭിചാരത്തിനോ ഒരു മന്ത്രവാദത്തിനോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം നീ ഇരിക്കുന്നത് യേശുവിന്റെ കരത്തിലാണ്. ആ ബലമുള്ള കരത്തിൽ നിന്ന് ആർക്കും നിന്നെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ലെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വാസത്താൽ ആത്മാവിൽ വിളിച്ചു പറ, ഈ രോഗത്തിന് എന്നെ തകർക്കാൻ പറ്റത്തില്ല, ഞാൻ ഇരിക്കുന്നത് യേശുവിന്റെ കരത്തിൽ. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് ഹല്ലേലൂയ വിശുദ്ധിക്ക് വേണ്ടി പ്രമാണത്തിന് വേണ്ടി നിന്ന എബ്രായ ബാലന്മാരെ തീക്കകത്ത് വലിച്ചെറിയുമ്പോൾ എറിയുന്നതിന് തൊട്ടു മുൻപ് പറഞ്ഞു, ഒരവസരം കൂടെ തരാം. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ആ അവസരം ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഹല്ലേലൂയ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ ഹല്ലേലൂയ കാഠിന്യത 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്ന എബ്രായ ബാലന്മാർ പതറിയില്ല. അവർ ഹല്ലേലൂയ എടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാ. എന്താ സംഭവിച്ചത്? നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, അയ്യോ അവർ തീക്കകത്താ വീഴുന്നതെന്ന്. എന്നാൽ എന്റെ സ്വർഗം പറയും, അയ്യോ നെബൂഖദ്നേസർ രാജാവേ, നീ ഇട്ടത് തീക്കകത്താണെങ്കിലും അവർ വീണത് എന്റെ കരത്തിലാണ്. ഇന്ന് പകൽക്കാലം അവന്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദർശനത്തിന് വേണ്ടി നിന്ന യോസഫിനെ സഹോദരങ്ങൾ ഇവന്റെ സ്വപ്നം എന്താകുമെന്ന് കാണാമെന്ന് പറഞ്ഞ് അവനെ അടുത്ത് പൊട്ടക്കുഴിക്കകത്തിടുമ്പോ ഹല്ലേലൂയ സഹോദരന്മാർ വിചാരിച്ചു ഇവന്റെ സ്വപ്നം ഇവിടം കൊണ്ട് തീരുമെന്ന്. പക്ഷെ സ്വർഗം പറഞ്ഞു, ഇല്ല കുഞ്ഞേ, നീ വീണത് എന്റെ കരത്തില. എന്റെ കരത്തിൽ നിന്ന് ഒരു പ്രതികൂലത്തിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, പ്രതികൂലത്തിന്റെ കാഠിന്യത വർദ്ധിക്കുന്നുണ്ടോ? തീരുമാനം ഒന്നുകൂടെ ഉറപ്പിക്ക്, സമർപ്പണം ഒന്നുകൂടെ ഉറപ്പിക്ക്. കാരണം ഇതിനകത്തുമായി ഇറങ്ങി വരുന്ന എന്റെ ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിന്റെ അരികിൽ ഇറങ്ങി വരുന്ന ദിനങ്ങളാ. നീ സംശയിക്കണ്ട. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ മറ്റുള്ളവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ അവർ സത്യം അറിഞ്ഞിട്ടും പുറകോട്ട് പോയവരായിരിക്കും. പക്ഷേ പ്രാർത്ഥിക്കാൻ നീ ഉള്ളിടത്തോളം കാലം അവരെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൽ നീ ഉറപ്പിച്ചോ, പ്രാർത്ഥിക്കാൻ കരയാൻ തയ്യാറാക്. ഹല്ലേലൂയ. തകർന്നു പോകാതെ മടക്കി കൊണ്ടുവരാൻ, തകർന്നു പോകാതെ നിനക്കൊരാശ്രയമാക്കി മാറ്റാൻ എന്റെ യേശു മതിയായവൻ. അതാണ് ഈ വയലിന്റെ 2ാമത്തെ പ്രത്യേകത. 3ാമത്തെ പ്രത്യേകത, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 9-10 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. 14-ാം വാക്യം, ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്ക, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അയ്യോ, 3ാമത്തെ ഈ വയലിന്റെ പ്രത്യേകത, ഈ ബോവസിന്റെ വയലിൽ നീ എത്തപ്പെട്ടാൽ നിനക്കൊരു കരുതൽ ഇതിനകത്തുണ്ട്.
പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ആര് കരുതും? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതും? അയ്യോ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, കരുതാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കരുതാൻ മാനുഷികമായ കരങ്ങൾ നിനക്കില്ലെങ്കിലും സ്വർഗത്തിലെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. മരുഭൂമിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി സ്വർഗീയ ആകാരം കരുതിയ ദൈവം, ഹല്ലേലൂയ, പാറയെ ജലതടാകമാക്കി തീർത്ത ദൈവം, ഹല്ലേലൂയ, കയ്പിനെ മധുരമാക്കി തീർത്ത ദൈവം, നിനക്ക് വേണ്ടതെല്ലാം ഇതിനകത്ത് കരുതി വെച്ചിട്ടാ ദൈവം നിന്നെ വിളിച്ചത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ദാനം ചെയ്യാമെന്നല്ല, ഹല്ലേലൂയ, ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഓൾറെഡി അവൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ആ കരുതൽ നിനക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാ വഴികളും അടഞ്ഞ ഹല്ലേലൂയ, കടക്കാരിപ്പ 2 കുഞ്ഞുങ്ങളെയും അടിമകളായി കൊണ്ടുപോകാൻ പോകുകയാണ്. ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. അവൾ ഓടി പ്രവാചക ശിഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചക, ഹല്ലേലൂയ, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് ഭക്തനായിരുന്നു, പക്ഷെ ഇപ്പോൾ കടക്കാരൻ്റെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ നിൽക്കുക, ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പ്രവാചകൻ ചോദിച്ചു, പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? അവൾ പറയുകയാണ്, 1 ഭരണി എണ്ണയുണ്ട്. എല്ലാം നഷ്ടത്തിന്റെ കണക്കാ. ഹല്ലേലൂയ, എല്ലാം നഷ്ടത്തിന്റെ കണക്കാ, എല്ലാം ശൂന്യതയുടെ കണക്കാ. എല്ലാരും പറയുന്നുണ്ട് എൻ്റെ കുടുംബം ഇതോടെ അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ ഹല്ലേലൂയ, അവൾ പറയുകയാണ്, പക്ഷേ എല്ലാം നഷ്ടത്തിന്റെ കണക്കാണെങ്കിലും അതിൻ്റെ നടുവിൽ നിറച്ചു വെച്ച 1 ഭരണി എണ്ണ എനിക്കുണ്ട്. ഇന്ന് പകൽക്കാലം എല്ലാം നഷ്ടത്തിന്റെ കണക്കാണെങ്കിലും ഉള്ളിൽ കത്തുന്ന ഒരു അഭിഷേകം നിനക്കുണ്ടോ? ആ തൈലം നിറയപ്പെട്ടിട്ടുണ്ടോ? നീ ഇവിടെ പരാജയപ്പെടത്തില്ലോ. അവൻ പറയുകയാണ്, അത് മതി. ഇന്ന് പകൽക്കാലം ഭൗതികമായി പറയത്തക്ക ഒന്നുമില്ല. ദൈവം തന്ന അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ആരാധനകളിൽ ആരും നോക്കാതെ ഹല്ലേലൂയ നീ ആരാധിച്ച് ആ എണ്ണ നീ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എൻ്റെ സ്വർഗം പറയുകയാണ്, നിനക്ക് വേണ്ടി അതിനെ വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആരാധന ഹല്ലേലൂയ ആരാധിക്കാൻ മടി കാണിക്കണ്ട, പ്രാർത്ഥിക്കാൻ മടി കാണിക്കണ്ട, ദൈവിക ആരാധനയിൽ പങ്കെടുക്കാൻ മടി കാണിക്കണ്ട. ഒരുപക്ഷെ ഭൗതികമായതെല്ലാം നഷ്ടമാണെങ്കിലും നിറച്ചു വെച്ച 1 ഭരണി എണ്ണയുണ്ടെങ്കിൽ മതി എൻ്റെ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ. അവൻ വേണ്ടതൊക്കെ കരുതി വെച്ചിട്ടാണ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ, കരം കൊടുക്കാൻ കർത്താവിനും പത്രോസിനും ഹല്ലേലൂയ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ പത്രോസ് എന്ന് പറയുക, കർത്താവേ നമ്മൾക്ക് ഹല്ലേലൂയ വരി കൊടുത്തിട്ടില്ല. കർത്താവ് പറഞ്ഞു, നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ചെന്ന് ചൂണ്ടയിട്, ആദ്യം കിട്ടുന്ന മത്സ്യത്തിനകത്ത് ഒരു ചതുർദ്രഹ്മപ്പണം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം സമുദ്രത്തിൻ്റെ ആഴത്തിൽ മീനിനകത്ത് ഭക്തന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കൈ ഇന്നും കുറുകിപ്പോയിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. നീ വിശ്വസിച്ചാൽ അവൻ്റെ മഹത്വം ഇന്ന് പകൽക്കാലം നീ കാണും. അതാണ് ഹല്ലേലൂയ ഈ വയലിൻ്റെ 3ാമത്തെ പ്രത്യേകത. ഒരു പ്രത്യേകത കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ വിടാം. ഹല്ലേലൂയ, വാക്യം എടുക്കുന്നില്ല. ഹല്ലേലൂയ, ബോവസ് അവളോട് പറയുക, ബാല്യക്കാരോട് പറയുകയാണ്, കറ്റകൾക്കിടയിൽ നിന്ന് അവൾക്കായിട്ട് ചിലത് വലിച്ചിടണം. അസാധാരണമായ ഒരു ദയ ആ വയലിൽ അവൾ അനുഭവിക്കുകയാണ്. പകൽക്കാലം ഹല്ലേലൂയ സമുദ്രത്തിനകത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് പൗലോസും കൂട്ടരും ഹല്ലേലൂയ ആ വെള്ളത്തിനകത്ത് പെടാപ്പാട് പെട്ട് ഹല്ലേലൂയ കിട്ടിയ ഒരു ഹല്ലേലൂയ കരയ്ക്ക് അവർ അടുത്തു. അവർ കയറി ചെന്നത് മെലിത്ത എന്ന ദ്വീപില. ഹല്ലേലൂയ, വചനം പറയുന്നു, അവിടുത്തെ ബർബരന്മാർ അവരോട് അസാധാരണമായ കരുണ കാണിച്ചു. ഇന്നലകളിൽ ആർക്കും അവരോട് കരുണ കാണിച്ചിട്ടില്ല. ഹല്ലേലൂയ, അതിനുശേഷം കരുണ കാണിച്ചിട്ടുണ്ടോ എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ ദൈവഭക്തന് വേണ്ടി സാധാരണമായ കരുണ കാണിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിയമത്തിനകത്ത് പഴുതില്ലെങ്കിലും എൻ്റെ സ്വർഗം നിയമത്തിനകത്ത് നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജോലിയിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ആരോഗ്യത്തിൽ അസാധാരണമായ ദയ കാണിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുന്ന പകൽക്കാലമാണ്. വിശ്വസിക്ക്, ഈ വയൽ ഭാഗ്യമുള്ള വയല. ഹല്ലേലൂയ. 3ാമതായിട്ട് ഹല്ലേലൂയ വയലിലെത്തിയ രൂത്ത് ഹല്ലേലൂയ എത്തപ്പെട്ടത് കളത്തില. ഞാനും നിങ്ങളും എത്താൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, അവിടെ പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ, എനിക്ക് ഒത്തിരി അവിടെ പറയണമെന്നുണ്ട്, സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ഓടി മുൻപോട്ട് പോകുകയാണ്. കമ്പിവാചകത്തിൽ പറഞ്ഞു നിർത്താം. കളത്തിലെത്തപ്പെട്ടത് നഹോമി പറയുകയാണ്, കുഞ്ഞ്
വയലിൽ പോയതുപോലെ കളത്തിൽ പോകാൻ പാടില്ല. കാരണം നീ ഒറ്റയ്ക്കാ ചെല്ലുന്നത്. കുളിക്കണം, വസ്ത്രം ധരിക്കണം, തൈലം പൂശണം, എന്നിട്ട് വേണം നീ കളത്തിൽ ചെല്ലാം. ഹല്ലേലൂയ. വയലിൽ ഹല്ലേലൂയ നമുക്ക് കണ്ടീഷൻ, വ്യവസ്ഥയൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും കർത്താവിന്റെ അടുക്കൽ വന്നാൽ നീ വിശ്വസിച്ചാൽ മാത്രം മതി. അവന്റെ അത്ഭുതം, അവന്റെ കരുതൽ, അവന്റെ സൗഖ്യം, ഹല്ലേലൂയ, അവന്റെ അസാധാരണമായ ദയ എനിക്ക് നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. പക്ഷെ കളത്തിൽ ചെല്ലണമെങ്കിൽ മത്തായി 3:12 പറയുന്നു, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. ഹല്ലേലൂയ. കളം പ്രതിഫലം കിട്ടുന്ന സ്ഥലമാ. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ബോവസ് പറയുകയാണ്, ഹല്ലേലൂയ, നീ വെറും കൈയോടെ അമ്മായിയമ്മയുടെ വീട്ടിൽ ചെല്ലരുത്. അതുകൊണ്ട് എനിക്ക് 6 ഇടങ്ങഴി യവം അവൻ എനിക്ക് അളന്നു തന്നു. അങ്ങനെ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ പ്രതിഫലവുമായിട്ടാ അമ്മായിയമ്മയുടെ അടുക്കൽ ചെല്ലുന്നത്. കളം നമുക്ക് പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ വ്യവസ്ഥ പ്രകാരം ചെല്ലണം. കുളിക്കണം, തൈലം പൂശണം, വസ്ത്രം ധരിക്കണം. ഇത് 3 ചെയ്തെങ്കിലേ ഹല്ലേലൂയ കളത്തിൽ ചെല്ലാൻ പറ്റൂ. വയലിൽ ചെല്ലുമ്പോൾ ബാല്യക്കാരുണ്ട്, കറ്റ ചുമക്കുന്നവരുണ്ട്, കറ്റ ഹല്ലേലൂയ കെട്ടുന്നവരുണ്ട്, അതെല്ലാം ഹല്ലേലൂയ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ഹല്ലേലൂയ പാചകം ചെയ്യുന്നവരുണ്ട്, ഭക്ഷണം വിളമ്പുന്നവരുണ്ട്, വെള്ളം കോരുന്നവരുണ്ട്, സഹായത്തിന് ഒരുപാട് പേരുണ്ട്. പക്ഷെ കളത്തിൽ ഒറ്റയ്ക്ക് ചെല്ലണം. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ നിൽക്കേണ്ടവരാകുന്നു. നമ്മൾ ഓരോരുത്തരും അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. ഹല്ലേലൂയ ഇവിടെ നമുക്ക് പ്രതിഫലം കിട്ടുന്ന സ്ഥലമാ. അതിനി സമയം അധികമില്ല കേട്ടോ. ഹല്ലേലൂയ എത്രയും വേഗം താമസമനെ എന്റെ കർത്താവ് വരും. നമ്മൾ ഓടിയതിന്, അധ്വാനിച്ചതിന്, ഹല്ലേലൂയ ചെലവിട്ടതിന്, ഹല്ലേലൂയ ദൈവനാമത്തിന് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ തിരുവചനത്തിൽ പറയുന്നു, എന്റെ നാമത്തിൽ 1 ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓട്ടം വെറുതെയല്ല, നമ്മുടെ അധ്വാനം വെറുതെയല്ല. ഹല്ലേലൂയ കണ്ടീഷൻ പ്രകാരം, വ്യവസ്ഥ പ്രകാരം വിശുദ്ധി കാത്തു സൂക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് മുഴുകൽ സ്നാനമെടുത്ത് ഹല്ലേലൂയ നീതിയുടെ വസ്ത്രം കറവിരളാതെ ഹല്ലേലൂയ നീ മുൻപോട്ട് ജീവിതം നയിച്ചാൽ അധികം താമസവന ആ നല്ല ബോവസ് പ്രത്യക്ഷനാകാൻ സമയമായി. ഹല്ലേലൂയ അവൻ നമുക്കവിടെ പ്രതിഫലം വിഭജിക്കും. ആ കളത്തിലെത്തിയ രൂത്ത് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അവൾ വീട്ടിലെത്തി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വയലിൽ കരുതൽ അനുഭവിക്കുന്ന ഞാനും നിങ്ങളും, വയലിൽ സംരക്ഷണം അനുഭവിക്കുന്ന ഞാനും നിങ്ങളും, അല്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഇവിടെ നിന്ന് പ്രാപിക്കുന്ന ഞാനും നിങ്ങളും, അസാധാരണമായ ദയ പ്രാപിക്കുന്ന ഞാനും നിങ്ങളും എത്തപ്പെടേണ്ട സ്ഥലമാണ് ന്യായാസനം. ഒറ്റയ്ക്കാണ് കേട്ടോ. ഹല്ലേലൂയ ആരും കൂട്ടിന് വരത്തില്ല, ആരും കൂടെ നിൽക്കാൻ വരത്തില്ല. സാക്ഷ്യം പറയുന്നത് മേളിൽ നിന്ന് ആകാശവും താഴെ നിന്ന് ഭൂമിയും, നിലത്തെ പൊടി സാക്ഷ്യം പറയും, ഉത്തരം സാക്ഷ്യം പറയും. ഹല്ലേലൂയ കല്ലുകൾ ആർത്തു വിളിക്കും. നമ്മൾ അന്ന് ഹല്ലേലൂയ അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവം ചോദിക്കുക, ഞാൻ കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കര ബലപ്പെട്ടിരിക്കുമോ? നമ്മുടെ ഉദ്ദേശം അറിയുന്ന ദൈവം നാം ചെയ്യുന്നതൊക്കെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം. നമ്മെ അങ്ങനെ ചെയ്താൽ പ്രതിഫലം തരിക മാത്രമല്ല, അവന്റെ വീട്ടിൽ അവനോടൊപ്പം പാർപ്പിക്കും. അതല്ലേ നമ്മുടെ കാത്തിരിപ്പ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:1 പറയുക, കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു കെട്ടിടം മീതെ സ്വർഗത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ പൗരത്വം സ്വർഗത്തില. നമ്മുടെ ഓട്ടവും നമ്മുടെ പ്രയത്നവും ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തോട് ബന്ധപ്പെട്ട ഹല്ലേലൂയ. ഇതൊന്നും ഇവിടെ നമ്മൾ ചെയ്യുന്നതെല്ലാം താൽക്കാലികമാ. പക്ഷെ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്വർഗത്തിലെ പിതാവുണ്ട്. ഇന്ന് പകൽക്കാലം ആ പിതാവിനോട് നിനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇന്ന് പകൽ നീ നിർണായകമായി എടുക്കുന്ന തീരുമാനം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുക മാത്രമല്ല, നിത്യമായ നിലനിൽക്കുന്ന ആ പാർപ്പിടത്തിൽ നിന്നെ പാർപ്പിക്കുന്ന ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നമുക്കടയ്ക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പാപമെന്ന മോവാബി അടിമനുഖത്തിൽ നിന്ന്, ശാപമെന്ന മോവാബി അടിമനുഖത്തിൽ നിന്ന്, ഒരു കണ്ണിനും ദയ തോന്നാത്ത ഹല്ലേലൂയ ഇടമായ ഹല്ലേലൂയ ആ മോവാബി അടിമനുഖത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നാം എടുത്ത തീരുമാനത്തോട് ബന്ധപ്പെട്ട് ബോവസിന്റെ നല്ല വയലിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ അധികം താമസവന നമ്മുടെ പ്രാണപ്രിയൻ വരും, നമ്മെ അവനോടൊപ്പം ചേർക്കും, നമ്മൾ ചെയ്തതിനൊക്കെ അവിടെ പ്രതിഫലം തരും. അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം ക്രിസ്തു യേശുവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവിൻ എന്ന് ഹല്ലേലൂയ ഭക്തൻ വിളിച്ചു പറയുന്നത്. ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇടത്ത് എവിടെയായിക്കൊള്ളട്ടെ, ഹോസ്പിറ്റലിലാകാം, ഭവനത്തിൻ്റെ ഉള്ളറകളിലാകാം, ജോലി സ്ഥലത്ത്
കാലത്താകാം, വിവിധ പ്രതികൂലത്തിന്റെ നടുവിലാകാം, ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് നീ ചിന്തിക്കുന്ന ഈ തരുണത്തിലാകാം. ദൈവം നിന്നോട് പറയുകയാ, ഇല്ല കുഞ്ഞേ, ഇതൊരവസാനമല്ല, നിന്റെ ഒരു പുതിയ തുടക്കമാ. ഈ സഹോദരി സമാജത്തിന്റെ ആരാധനയോട് ബന്ധപ്പെട്ട് നീ എടുക്കുന്ന തീരുമാനം ഒരു നിർണായക തീരുമാനമാ. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല ആരാധനയുടെ സമയത്ത് ഞങ്ങൾക്കൊരുമിച്ച് തൃപ്പാദത്തിലായിരിക്കാൻ കൃപ തന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചതിന് നന്ദി. എല്ലാ വഴികളും അവസാനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പുതുവഴി തുറക്കണം. രോഗികളെ ദൈവ സൗഖ്യമാക്കണം. കർത്താവെ, ആത്മാവിൽ വിളിച്ചു പറഞ്ഞ ദൂതുകൾ ചലിക്കട്ടെ. കർത്താവെ, തലമുറകൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കണം. കർത്താവെ, സാമ്പത്തിക ഞെരുക്കം, കടഭാരം, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ, മാരക രോഗത്തിന് അടിമകളായിരിക്കുന്നവരെയൊക്കെയും ദൈവം സൗഖ്യമാക്കണം. വരവിനായി ഞങ്ങളെ ഒരുക്കണം. അധികം താമസവനാ ഞങ്ങളുടെ പ്രാണപ്രിയനോട് പറന്നുയരുന്ന ആ സുദിനം പ്രത്യാശയോടെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും നേരം പ്രാർത്ഥനയോടുകൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത, തിരുവചനം കേട്ട എല്ലാ ദൈവമക്കളോടും ക്രിസ്തു യേശുവിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.